അതേപോലെ തന്നെ ദുൽമിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് അൽ മുമാത്തല. എന്താണ് മുമാത്തല എന്ന് പറഞ്ഞാൽ? അതായത് ഒരാൾ ഒരു സഹോദരന്റെ അടുത്ത് കടം വാങ്ങി, ആ കടം അതിനൊരു പരിധി നിശ്ചയിച്ചു. ആ കടം നാളെ വീട്ടാം, ആ കടം നാളെ തിരിച്ചു നൽകാം, നാളെ ആയി കഴിഞ്ഞപ്പോ അടുത്ത ദിവസം നൽകാം, അല്ലെങ്കിൽ ഈ ആഴ്ച എന്തായാലും നൽകാം, അല്ലെങ്കിൽ അടുത്ത മാസം തരാം, അങ്ങനെ അടുത്ത വർഷം, അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അതാണ് മുമാത്തല എന്ന് പറയുന്നത്. അത് ദുൽമിൽപ്പെട്ടതാണ്. അൻ യുമാത്തുൽ ഇൻസാനു വലാ യുഅദ്ദിൽ ഹുഖൂഖ അല്ലതി അലൈഹി കദ്ദൈനി മസലൻ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം മത്ലുൽ ഗനിയ്യി ദുൽമുൻ മത്ലുൽ ഗനിയ്യി ദുൽമുൻ. അതായത് സമ്പത്തുള്ളവന്റെ മത്ല് അത് ദുൽമാണ്. അതായത് കടം വീട്ടാനുള്ള സാമ്പത്തികമുണ്ട്, എന്നിട്ടും ആ കടം നീട്ടിക്കൊണ്ടുപോകുക, അത് ദുൽമാണ്. മത്ലുൽ ഗനിയ്യി ദുൽമുൻ. യുമാത്തിലു മഅ വുജൂദിൽ മഖ്ദറ യസ്തതിഉ അൻ യുസദ്ദിദ വയതഹറബ് മിൻ യൗമിൻ ഇലാ യൗം വമിൻ ശഹ്രിൻ ഇലാ ശഹർ വമിൻ സനത്തിൻ ഇലാ സന. അപ്പോൾ വാങ്ങിച്ച കടം കൊടുത്തു വീട്ടാൻ കഴിവുണ്ടായിരിക്കെ അത് കൊടുത്തു വിടാതെ ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക്, അതായത് ഒരാഴ്ചയിൽ നിന്ന് അടുത്ത ആഴ്ച, ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസം, അങ്ങനെ ഒരു വർഷത്തിൽ നിന്ന് ഒരു വർഷം, അങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, അതിനാണ് മുമാത്തല എന്ന് പറയുന്നത്. ലാ യുഅദ്ദി ഹഖന്നാസ് വലാ യുഅദ്ദി മാ അലൈഹി. അങ്ങനെ ജനങ്ങളുടെ ഹക്ക് അവൻ കൊടുക്കുന്നില്ല, തന്റെ മേലുള്ള ആ ബാധ്യത അവൻ വീട്ടുന്നില്ല. ഫഇന്ന ഹാദാ യുഅ്തബറു മിനദ് ദുൽം. അത് ദുൽമിൽപ്പെട്ടതാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം മത്ലുൽ ഗനിയ്യി ദുൽമുൻ. സമ്പത്തുള്ളവൻ, കടം വീട്ടാൻ കഴിവുള്ളവൻ അവന്റെ കടത്തെ നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് അക്രമമാണ്, ദുൽമാണ്.